അടുത്ത ദിവസം ഓഫീസിൽ പോകാതെ ലോക്കൽ ലൈബ്രറിയിൽ പോയി. ആ ബിൽഡിംഗിനെക്കുറിച്ച് പഴയ വാർത്താപത്രിക സെർച്ച് ചെയ്തു. 2015 ജൂലൈ 23 ഭർത്താവിന്റെ ക്രൂരത, യുവതി കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ട്. പത്രത്തിൽ ആ സ്ത്രീയുടെ ഫോട്ടോ കണ്ടപ്പോൾ എന്റെ രക്തം തണുത്തു. അതേ മുഖം, കോറിഡോറിൽ കണ്ട അതേ സ്ത്രീ. അവളുടെ പേര് പ്രിയ. 28 വയസ്സ് മാത്രം. ഭർത്താവ് മദ്യപിച്ച് വറുക്കിട്ട് തല്ലിക്കൊന്നു. ശരീരം ബാൽക്കണിയിൽ നിന്ന് താഴെ എറിഞ്ഞു. 3 OM ഫ്ലാറ്റിൽ. ഞാൻ തിരിച്ചുപോയി വാച്ച്മാനോട് എല്ലാം പറഞ്ഞു. അയാൾ ഒരു പുരോഹിതന്റെ നമ്പർ തന്നു. ഈ അച്ഛൻ സഹായിച്ചേക്കാം. അച്ഛൻ വന്നു ഫ്ലാറ്റ് കണ്ടു. ഇവിടെ നിഷ്കളങ്കമായ ഒരാത്മാവ് കുടുങ്ങിയിരിക്കുന്നു. അവൾക്ക് സമാധാനം ഇല്ല. അവളുടെ കഥ പുറത്തുവരണം. അച്ഛന്റെ സഹായത്തോടെ ഞാൻ അന്വേഷിച്ചു. പ്രിയയുടെ ഭർത്താവ് 2 വർഷം ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ സ്വതന്ത്രൻ. പക്ഷേ അയാളെ നേരിട്ട് കണ്ടപ്പോൾ സത്യം തിരിച്ചറിഞ്ഞു. അയാൾക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. അന്ന് രാത്രി പ്രിയ വീണ്ടും വന്നു. പക്ഷേ ഇത്തവണ ഞാൻ പേടിച്ചില്ല. പ്രിയ, എനിക്ക് അറിയാം നിനക്ക് എന്താണ് സംഭവിച്ചത്. ഞാൻ സഹായിക്കാം. അവൾ നിന്നു. കരയുന്നത് പോലെ തോന്നി. ദയവായി എന്റെ കഥ എല്ലാവരോടും പറയൂ. എനിക്ക് നീതി വേണം. ഞാൻ സത്യം പുറത്തു കൊണ്ടുവന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. വാർത്താ ചാനലുകൾ കേസ് എടുത്തു. രാജ്യം മുഴുവൻ പ്രിയയുടെ കഥ അറിഞ്ഞു. അവളുടെ ഭർത്താവിനെതിരെ പുതിയ കേസ് ആയി. അവസാന രാത്രി പ്രിയ വന്നപ്പോൾ അവൾ പുഞ്ചിരിച്ചു. വെളുത്ത വെളിച്ചമായി മാറി മാഞ്ഞുപോയി. ആ ഫ്ലാറ്റിൽ പിന്നെ ഒരിക്കലും അസ്വാഭാവികത ഇല്ലാതായി. ഇന്ന് ഞാൻ ഡൽഹിയിലാണ്. പക്ഷേ ആ അനുഭവം മറക്കില്ല. ചിലപ്പോൾ മരണാനന്തര ജീവിതം ഉണ്ട്. ചിലപ്പോൾ ആത്മാക്കൾക്ക് സമാധാനം വേണം, നീതി കിട്ടാൻ മാത്രം.